സിഖ് കലാപത്തിലെ കോൺഗ്രസ് പങ്ക് സംബന്ധിച്ച രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പരിപാടിക്കിടയിലെ ചോദ്യോത്തരവേളയിലാണ് രാഹുലിന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. You haven't tried to reconcile with the Sikhs. What attempts are you making? Because if you continue like this, BJP is also going to make its way into Punjab. First of all, I don't think that really anything scares the Sikhs. That's the first point. The statement I made was that, look, do we want an India where people are uncomfortable to express their religion? As far as mistakes of the Congress party are concerned, a lot of those mistakes happened when I was not there. But I'm more than happy to take responsibility for everything that the Congress party has ever done wrong in its history. The question is, what are you doing to reconcile? I have publicly stated that what happened in the 80s was wrong. I have been to the Golden Temple multiple times. I have an extremely good relationship with the Sikh community in India and a loving relationship with them. തീർച്ചയായും 1984 സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എല്ലാ തെറ്റുകളും അത് രാഹുൽ ഗാന്ധി ഏറ്റുപറയുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റ് സമ്മതിക്കുകയാണ്. തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പരിപാടിക്കിടയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സ്വാതിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാതി, അതായത് അദ്ദേഹം പറയുന്നത്, ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല, പക്ഷേ ആ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അതിനൊക്കെ അദ്ദേഹം ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പരസ്യമായി തന്നെ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. മാത്രമല്ല, സിഖ് വംശജരുമായി തനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് രാഹുലിന്റെ വാക്കുകൾ? ഭദ്ര, അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു പരിപാടിയിലെ ചോദ്യോത്തര വേളയിലാണ് ഇത്തരത്തിലൊരു കോൺഗ്രസിന്റെ സിഖ് പങ്കിനെ പറ്റി ഒരു സിഖ് വംശജൻ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു രൂക്ഷ വിമർശനം നടത്തിയത്. അതായത് ആ യുവാവ് പറഞ്ഞത്, താങ്കൾ എപ്പോഴും പറയുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന സമയത്ത്, ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് സിഖുകാർ ഭയപ്പെടണം, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് ഇല്ല, ഭയപ്പെടേണ്ട രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഒരു കാലത്ത്, അതായത് 1984 സിഖ് കലാപ സമയത്ത് നിങ്ങൾ എന്താണ്, കോൺഗ്രസ് പാർട്ടി എന്താണ് കാണിച്ചത്, സിഖുകാരോട് എന്താണ് കാണിച്ചത്? അങ്ങനെ കാണിച്ച നിങ്ങളാണോ ഞങ്ങളോട് ഇപ്പോൾ BJP ഭരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ യുവാവ് ചോദ്യം ചോദിച്ചത്. മാത്രമല്ല, മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും ഈ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് കുറ്റവാളിയാക്കപ്പെടുമ്പോൾ അവരെയൊക്കെയും രാഷ്ട്രീയപരമായി സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നല്ലോ. സജ്ജൻ കുമാർ ഒക്കെ അതിന് ഉദാഹരണങ്ങളല്ലേ? സജ്ജൻ കുമാർ ഇപ്പോഴും അതിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ സിഖ് വംശജന്റെ രൂക്ഷ വിമർശനം. ആ വിഷയത്തിലാണ് രാഹുൽ ഗാന്ധി കൃത്യമായും അല്ലെങ്കിൽ കോൺഗ്രസുകാർ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. താൻ ആ സമയത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ചരിത്രത്തിൽ ഈ 80കളുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ത് തരത്തിലുള്ള തെറ്റ് ചെയ്തോ ആ തെറ്റുകളെല്ലാം ഞാനിവിടെ തുറന്ന് സമ്മതിക്കുകയാണ്, അതിനെല്ലാം നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരണം നടത്തിയിട്ടുള്ളത്. മറ്റൊന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട്, താൻ പലപ്പോഴും സിഖുകാരോട് പരസ്യമായി ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. സിഖ് കലാപത്തിലെ കോൺഗ്രസ് പങ്കൊക്കെ താൻ നേരത്തെ തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, തനിക്ക് ഈ സിഖുകാരുമായി വലിയ ബന്ധമാണുള്ളത്. താൻ അമൃത്സറിലെ ടെമ്പിളിൽ പോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്. അതേസമയം ഇത്തരത്തിലൊരു പരസ്യമായ രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി നേരിടുന്നത് ഇത് ആദ്യമൊന്നുമല്ല. നേരത്തെയും സിഖ് വിഷയവുമായി ബന്ധപ്പെട്ട നിരന്തര പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് പലപ്പോഴും ഇതിന് ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദില്ലിയിലടക്കം ഏകദേശം 2733 സിഖുകാരാണ് ഈ സിഖ് കലാപവുമായി കൊല്ലപ്പെട്ടത്. അതിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് നേതാക്കളാണ് ആ അക്രമത്തിനൊക്കെയും മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിനൊക്കെയും ചൂട്ടുപിടിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം പൊതുവേദിയിൽ ചോദിക്കുകയും അത് തുറന്നു സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിന്റെ MP അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അത് തുറന്ന് സമ്മതിക്കേണ്ടി വരികയും ചരിത്രത്തിൽ കോൺഗ്രസ് ഈ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതിന് മാപ്പ് താനിപ്പോൾ പറയുന്നു എന്നും തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഭദ്ര. ശരി സ്വാതി, വ്യക്തമാണ്. സിഖ് കലാപത്തിലെ കോൺഗ്രസിന്റെ പങ്ക് സമ്മതിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പരിപാടിക്കിടെ സിഖ് വിദ്യാർത്ഥിയുടെ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള തെറ്റുകൾ സമ്മതിക്കുന്ന ഒരു നിലയിലേക്ക് വന്നത്.